എന്നേക്കും മഹത്വം. 2007 ഞാൻ ഊരക്കാട് പള്ളിയിൽ വികാരിയായിരിക്കുന്ന സമയം ഒരു ശവസംസ്കാരം കഴിഞ്ഞ് ഞാൻ എൻ്റെ മുറിയിൽ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു മനുഷ്യൻ എൻ്റെ മുറിയിലേക്ക് കയറി വന്നു. ഞാൻ പറഞ്ഞു, ഇരിക്കുക, എന്താണ് വിശേഷം? അദ്ദേഹം ചോദിച്ചു, അച്ഛാ, നിങ്ങൾക്ക് കുറേ അനാചാരങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ ചോദിച്ചു, എന്ത് അനാചാരമാണ് നിങ്ങൾ കണ്ടത്? അച്ഛാ, ഈ മരിച്ചവർക്ക് വേണ്ടിയൊക്കെയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്, ഞാനൊരു കാര്യം ചെയ്തു. ഞാൻ പറഞ്ഞു, ഒരു കാര്യം നമുക്ക് സംസാരിക്കാം. അത് സംസാരിച്ചിട്ട് അത് തീർന്നിട്ട് അടുത്തതിലേക്ക് പോകാൻ പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. ശരി, അദ്ദേഹം സമ്മതിച്ചു. ഞാൻ വേദപുസ്തകം കൊടുത്തു. 1 കൊരിന്ത്യർ 15:29 ഞാൻ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. അതിങ്ങനെയാണ്: അല്ല, മരിച്ചവർ കേവലം ഉയർക്കുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടി മാമോദീസ ഏൽക്കുന്നവർ എന്ത് ചെയ്യും? ഇതാണ് ചോദ്യം. മരിച്ചവർ കേവലം ഉയർക്കുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടി മാമോദീസ ഏൽക്കുന്നവർ എന്ത് ചെയ്യും? ഇതൊരു ഒറ്റപ്പെട്ടൊരു പരാമർശമായിട്ട് ഇതിനെടുക്കാനാവില്ല. സഭയുടെ അന്ന് നിലനിന്നിരുന്ന ഒരു രീതിയാണ്. ആ വാക്ക് ഒരല്പം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ്. വ്യാകരണം ശരിക്കറിയാത്തവർക്ക് ചിലപ്പോൾ തെറ്റിപ്പോയി എന്ന് വരും. എന്താണ് ഇവിടെ പറയുന്നത് അറിയാം? മഴ പെയ്യുന്നില്ല എങ്കിൽ കുട എടുക്കുന്നത് എന്തിന്? മഴ പെയ്യുന്നുണ്ടെങ്കിലോ കുട എടുക്കണം. ക്ലാസ് ഇല്ല എങ്കിൽ സ്കൂളിൽ പോകുന്നത് എന്തിന്? ക്ലാസ് ഉണ്ടെങ്കിലോ സ്കൂളിൽ പോകുന്നു. ഉയർക്കുന്നില്ല എങ്കിൽ മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നത് എന്തിന്? അവർ ഉയർക്കുന്നുണ്ടെങ്കിലോ മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കണം. അപ്പോൾ പൗലോസ്ലീഹ പറയുന്നു, മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നു. അത് ആ സഭയിൽ നിലനിന്നിരുന്ന ഒരു രീതിയാണത്. കൊരിന്ത്യ സഭയിലെ രീതിയാണ് പറയുന്നത്. കൊരിന്ത്യ സഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ എഫേസോസിൽ ഉണ്ടായിരുന്നു, കിലിക്യായിലുണ്ടായിരുന്നു, കൊലോസിയിലുണ്ടായിരുന്നു, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു. പൗലോസ് ചെയ്തെങ്കിൽ അത് പത്രോസ് ചെയ്തിട്ടുണ്ട്, യാക്കോബ് ചെയ്തിട്ടുണ്ട്, യോഹന്നാൻ ചെയ്തിട്ടുണ്ട്, അന്തർയേസിന്റെ എല്ലാ ശ്രീകന്മാരും ചെയ്തിട്ടുണ്ട്. കാര്യം സഭയിൽ അന്ന് ഒരു വിശ്വാസമാണ്, ഒരു രീതിയാണ് നിലനിൽക്കുന്നത്. എന്തായിരുന്നു ഈ രീതി എന്നറിയാമോ? ചരിത്രം അറിഞ്ഞാലേ അറിയുള്ളൂ. അത് അന്ന് ഒരാൾ ക്രിസ്ത്യാനിയാകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അപകടകരമായ ഒരു കാര്യമാണ്. കാരണം ക്രിസ്ത്യാനിയാണ് എന്നൊരു ആരോപണം മതി ഒരു മനുഷ്യനെ ക്രൂരമായ പീഡനങ്ങൾക്കോ വധശിക്ഷയ്ക്കോ ഇടയാക്കുന്നതിനായിട്ട്. അപ്പോൾ ക്രിസ്ത്യാനിയാണ് എന്ന് പരസ്യമായിട്ട് ആരും പറയാറില്ല. അറിഞ്ഞു പോയാലോ മരണം ഏതാണ്ട് ഉറപ്പാണ്. ഇതല്ലെങ്കിൽ അന്ന് ഇന്നത്തെ പോലത്തെ ചികിത്സാ സംവിധാനങ്ങളോ ഒന്നുമില്ല. പകർച്ചവ്യാധികളോ മാരക രോഗങ്ങളോ വന്നുവരിക്കാം. അപ്പോൾ ഇവിടുത്തെ പ്രതിസന്ധി എന്താണെന്നറിയാമോ? ഒരാൾ ക്രിസ്തുവിൽ വിശ്വസിച്ചു, അവൻ മാമോദീസ സ്വീകരിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ മാമോദീസ സ്വീകരിക്കാൻ ആഗ്രഹിച്ചയാൾക്ക് ഉടനെ തന്നെ മാമോദീസ കൊടുക്കുന്ന രീതിയൊന്നുമില്ല. ചില കാര്യങ്ങൾ സഭയ്ക്ക് ഉറപ്പ് വരണം. എന്താണ്? അവൻ സത്യവിശ്വാസം ശരിയായി പഠിച്ചു. യേശുവിനെ പറ്റി, ദൈവത്തെപ്പറ്റി, സഭയെപ്പറ്റി, രക്ഷയെപ്പറ്റിയൊക്കെ ന്യായമായി അറിവ് നേടി എന്ന് ബോധ്യം വരണം. രണ്ടാമതോ, അവൻ ഈ പഠിച്ച കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കും എന്ന ബോധ്യം വരണം. ഈ 2 ബോധ്യം വന്നാലാണ് സഭ വിജാതീയനായൊരു മനുഷ്യന് മാമോദീസ കൊടുക്കുള്ളൂ. വിജാതീയനായ ആളുകൾ കണ്ടു അതൊക്കെ ബാധകാവുക, വിജാതീയനാണ് ഇതൊക്കെ ബാധകാവുക. അപ്പോ അങ്ങനെ അവൻ പഠിക്കണം. എങ്ങനെ പഠിക്കും? ഈ സ്ത്രീകന്മാർ പ്രസംഗിക്കുന്നിടത്ത് പോവുക, അല്ലെങ്കിൽ മൂപ്പന്മാർ പഠിപ്പിക്കുന്നിടത്ത് പോവുക, പ്രാർത്ഥനയ്ക്ക് പോവുക, സഭായോഗങ്ങൾ വരിക. അങ്ങനെ സാവകാശ ഈ പ്രസംഗങ്ങളും പഠനങ്ങളും ഒക്കെ കേട്ട് അവൻ എല്ലാ വിശ്വാസവും പഠിക്കും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, കുറച്ച് മാസങ്ങൾ എടുത്തു എന്ന് വരും ഇതിന്. ആ മാസങ്ങൾ എടുക്കുന്ന ആ കാലം മതി ഏതെങ്കിലും തരത്തിൽ ഇവൻ ക്രിസ്ത്യാനിയായി എന്നറിയാനും അവൻ കൊല്ലപ്പെടാനും. അപ്പോൾ എന്ത് ചെയ്യും? യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ
ദൈവരാജ്യം പ്രാപിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അപ്പോൾ ദൈവരാജ്യം പ്രാപിക്കണമെങ്കിൽ വെള്ളത്താലും ആത്മാവിനാലും വേണ്ടി ജനിക്കണം. അത് മാമോദീസയാണ്. അവൻ മാമോദീസ സ്വീകരിക്കാൻ ഒരുക്കമായിരുന്നു, അവൻ ആഗ്രഹമുണ്ടായിരുന്നു. സഭ കൊടുത്തില്ല. അവൻ കുറ്റക്കാരനല്ല. സഭ കുറ്റക്കാരനല്ല. കാര്യം അവൻ ഈ വിശ്വാസം മുഴുവൻ പഠിച്ചിട്ടില്ല, അവൻ അതിൽ ഉറച്ചിട്ടില്ല. അതില്ലാതെ സഭയ്ക്ക് കൊടുക്കാനാവില്ല. അപ്പോൾ എന്ത് ചെയ്യും? അതുകൊണ്ട് അന്നത്തെ സഭ പുറജാതികൾ മുതിർന്ന പുറജാതികൾ ധാരാളമായിട്ട് സഭയിലേക്ക് വന്നുകൊണ്ടിരുന്ന കാലത്ത് സഭ എന്തു ചെയ്തു? സഭ പറഞ്ഞു, മരിച്ചവർക്ക് വേണ്ടി, അങ്ങനെ ആരെങ്കിലും മരിച്ചാൽ വിശ്വാസം സ്വീകരിച്ചിട്ട് മാമോദീസ ലഭിക്കുന്നതിന് മുൻപ് ആരെങ്കിലും മരിച്ചാൽ അവന് വേണ്ടി ജീവിച്ചിരിക്കുന്ന ഒരാൾ മാമോദീസ ഏൽക്കണം. ഇതാണ് നമ്മുടെ രീതി. ആ രീതിയാണ് പൗലോസിന്റെ മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടി മാമോദീസ ഏൽക്കുന്നവർ എന്ത് ചെയ്യും? അപ്പോ മാമോദീസ സ്വീകരിക്കാൻ ആൾ വന്നു, അവനെ സ്വീകരിക്കാൻ സാധിച്ചില്ല, സഭയ്ക്ക് കൊടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ വരുമ്പോൾ അവൻ മരിച്ചു പോയാൽ, അവൻ കൊല്ലപ്പെട്ടാൽ അവന് വേണ്ടി ജീവിച്ചിരിക്കുന്ന ഒരാളെ സഭ മാമോദീസ, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ അവന് വേണ്ടി മാമോദീസ ഏൽക്കും. ഞാൻ ആ മനുഷ്യനൊക്കെ വിശദീകരിച്ചു കൊടുത്തിട്ട് ചോദിച്ചു, ഇതിൽ എവിടെയാണ് അനാചാരം എന്ന് പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, വെച്ചാൽ ഞാൻ കണ്ണട എടുത്തില്ല. ഞാൻ പറയാം, എൻ്റെ കണ്ടെടുത്തോ, ഞങ്ങൾ ഏതാണ്ട് ഒരു പ്രായക്കാരാണല്ലോ, എൻ്റെ കണ്ടെടുത്തോ. വെച്ചാൽ എൻ്റെ ഒരു സ്പെഷ്യൽ കണ്ണടയാണ്, അതിന് വേറെ ഏതാണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരി, ഒരു കാര്യം പോയിട്ട് എൻ്റെ ഫോൺ നമ്പർ കൊടുത്തു, എൻ്റെ ലാൻഡ് ലൈൻ നമ്പറും കൊടുത്തു. ഇന്ന് എനിക്ക് ലാൻഡ് ലൈൻ ഇല്ല, ലാൻഡ് ലൈനിൽ കൊടുത്തു. എന്നെ വിളിച്ചോ. 2007 ഇപ്പോൾ 2025, 18 കൊല്ലമായി. ഇതുവരെയായിട്ടും ആ മനുഷ്യൻ എന്നെ വിളിക്കാൻ ഇതുവരെയായിട്ടും ലൈൻ കിട്ടിയിട്ടില്ല. എന്തെങ്കിലും കാരണവശാൽ അദ്ദേഹത്തിന് ഞാൻ ആ കാണിച്ചു കൊടുത്ത വേദഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു സൂത്രമൊപ്പിക്കാൻ കഴിയുന്നത് ചാടി വന്നതിനെ സെമിനാരി പഠിപ്പിക്കുന്ന അച്ഛനെ ഞാൻ വേദപുസ്തകത്തിൽ ചർച്ച ചെയ്ത് പരാജയപ്പെടുത്തി എന്ന് പറയാൻ, അല്ലെങ്കിൽ യാക്കോബായസയുടെ വിശ്വാസം തെറ്റാണെന്ന് പഠിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്ന് പറയാൻ അദ്ദേഹം വന്നേനെ. ഇന്ന് വരെ അദ്ദേഹം വന്നിട്ടില്ല, ഒരു കാര്യത്തിന് വിളിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ചോദിച്ചാൽ, ആരംഭം മുതലേ ശിഷ്യന്മാർ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം ഇതാണ്. നിങ്ങൾ പറയുന്നു മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അനാചാരമാണെന്ന്. വേദപുസ്തകം അനുസരിച്ച് മരിച്ചവർക്ക് വേണ്ടി ഈ മാമോദീസ നൽകാറുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, മരിച്ചവർക്ക് വേണ്ടി മാമോദീസ നൽകുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ മരിച്ചവർക്ക് വേണ്ടി കുർബാന അർപ്പിക്കുന്ന, കൂദാശ അനുഷ്ഠിക്കുന്ന ഞങ്ങളാണോ തെറ്റ്, അതോ മരിച്ചവരെ മറന്നു പോകുന്ന നിങ്ങളാണോ തെറ്റ്? ഇത് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം. ശലൈഹിക പാരമ്പര്യം അനുസരിച്ച് മരിച്ചവർക്ക് വേണ്ടി കൂദാശ അർപ്പിക്കുന്ന സുറിയാനി സഭയാണോ തെറ്റ്, അതോ മരിച്ചവരെ മറന്നു പോകുന്ന അങ്ങനത്തെ സഭകളാണോ തെറ്റ്? നമ്മൾ ആലോചിക്കണം, ബുദ്ധിപൂർവ്വം ചിന്തിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി. ദൈവനാമം മഹത്വപ്പെടട്ടെ.